ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഏകദേശം 90 വർഷത്തെ ദൈർഘ്യമുള്ള നാഷണൽ സമരം, നാഷണൽ മൂവ്മെന്റ്, കോൺഗ്രസ് പാർട്ടി, പല പാർട്ടീസ് കൂടി വിമോചന സമരം നടന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിന്റെ ഒരു പ്രിഡസസർ ആയിട്ട് വന്ന് 2 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. അത് പാസ്സാക്കുന്ന ഇംഗ്ലണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇതിന് ശേഷമാണ് പൂർണ്ണ സ്വരാജ് വേണം എന്ന് കോൺഗ്രസിന്റെ നാഗ്പൂർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു, ലാഹോർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു, കറാച്ചി റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു 1931. ഇങ്ങനെ പല പല റെസൊല്യൂഷൻസും, പല സമരം, നിസ്സഹരണ സമരം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കാനുള്ള നേരമല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, അത് പാസ്സാക്കുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ സോവറിനിറ്റിയുടെ ഇഷ്യൂ വരുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ആ ആക്ടിന്റെ കീഴിൽ, ആ നിയമത്തിന്റെ കീഴിൽ 2 ഡൊമിനിയൻ സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല, ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാകുന്നു. ഡൊമിനിയൻ സ്റ്റേറ്റ്സ് ആണ്. കാരണം നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്നു, അത് ആദ്യത്തെ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു, അപ്പോയിന്റഡ് ബൈ ഓഫ് കോഴ്സ് ദ ക്രൗൺ. സെക്കൻഡ് രാജഗോപാലാചാരി ആയിരുന്നു. അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അന്നില്ല. അങ്ങനെ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ കീഴിലാണ് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാകുന്നത്. അതിന്റെ അകത്ത് പറഞ്ഞു, ദർ ഷാൽ ബി എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഏകദേശം 300ഓളം ആൾക്കാരെ ആണ് അതിലെ അംഗങ്ങളായിട്ട് വന്നത്. അവരാരായിരുന്നു എന്നറിയേണ്ട ആവശ്യമാണ്. കാരണം പ്രൊഫസർ ദിലീപ് കുമാർ പറഞ്ഞു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യ വാക്കുകൾ. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഇത് നമ്മൾ എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ട്രാവൻകൂറിലും കൊച്ചിയിലും പ്രൊവിൻഷ്യൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു. അതുപോലെ ബാക്കി എല്ലായിടത്തും ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്നു, ബാക്കി പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ അംഗങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആയിട്ട് വന്നത്. അല്ലാതെ ഒരു ഡെമോക്രാറ്റിക് എലക്ഷൻ, ഡയറക്റ്റ് എലക്ഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവരെ സെലക്ട് ചെയ്യാനായിട്ട്. ഇവര് അങ്ങനെ വന്നു. അങ്ങനെ 300 പേര് 2 വർഷം 11 മാസവും 18 ദിവസവും എടുത്താണ് 26 നവംബറിലാണ് അവര് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അന്നും കോൺസ്റ്റിറ്റ്യൂഷൻ നടപ്പിൽ വന്നില്ല. അവര് തന്നെ തീരുമാനിച്ചു ജനുവരി 26, 1950 ആയിരിക്കണം അത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. റിപ്പബ്ലിക് ആകാന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, റിപ്പബ്ലിക്കിൽ എപ്പോഴും ഒരു എലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടാകും. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഈസ് നോട്ട് എലക്റ്റഡ്. അതാണ് അതിന്റെ ഒരു സവിശേഷത. ഒരു റിപ്പബ്ലിക് അല്ലാത്തതിന്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ടില് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ക്രൗൺ ആണ്, എലക്റ്റഡ് അല്ല. നോട്ട് ഇംഗ്ലണ്ട് ഒരു റിപ്പബ്ലിക് അല്ല, ഇന്ത്യ റിപ്പബ്ലിക് ആണ്. അതിന്റെ ഒരു വ്യത്യാസം, ജനാധിപത്യവും റിപ്പബ്ലിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം. അല്ലാതെ സബ്സ്റ്റാൻറ്റീവ് ഡിഫറൻസസ് വേറെയുണ്ട്. അത് ഇപ്പൊ പറയാനായിട്ട് സമയമില്ല. അപ്പൊ വി ദ പീപ്പിൾ എന്ന് പറയുന്ന ശരിക്കും ഒരു റെറ്ററിക് ആണത്. എഴുതി വന്നപ്പോ വി ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ പ്രതിനിധീകരിച്ച് ഇവരെ ഈ രീതിയിലുള്ള ഇലക്ഷനിലൂടെ വന്ന ആൾക്കാർ അവർ തീരുമാനിച്ചു, അത് നമുക്ക് സമ്മതിക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോ 395 വകുപ്പുകൾ എന്ന് ഞാൻ പറയാം ഉണ്ടായിരുന്നു. അമേരിക്കയില് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അലാബാമ എന്നും പറഞ്ഞു. അലാബാമ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെക്കാളും ദൈർഘ്യം കൂടുതലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷെ അതിനുശേഷം ആ അലബാമ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിവെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത്രയ്ക്കും ക്ലേശിച്ച് സമയമെടുത്ത് ആലോചിച്ച് ചിന്തിച്ച്
ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഒരു അവസരം ഞാൻ തൊട്ടയൽവക്കം പാകിസ്ഥാനിൽ നടന്ന സംഭവ വികാസങ്ങളും കൊണ്ട് ഭരണഘടന രൂപീകരണത്തിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയും. അവിടെയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപം കൊണ്ടു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 1956 10 കൊല്ലം എടുത്തു ഏകദേശം ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ. അതിനുശേഷം അവിടെ പട്ടാളത്തിന്റെ ഇടപെടൽ, അതായത് പ്രധാന കാരണം ആരിലായിരിക്കണം അധികാരം കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള ഒരു തർക്കം വന്നു. ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന 1962 അവിടെയും കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല. മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു 1973. ഭുട്ടോ പ്രസിഡന്റ് ആയിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 75ഓളം വർഷം സ്റ്റേബിളായിട്ട് അത് നമ്മുടെ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് എന്ന് മാത്രം അതിനെ വിശേഷിപ്പിക്കുന്ന ശരിയല്ല. ഇതൊരു സോഷ്യൽ ഡോക്യുമെന്റ് ആണ്, ഒരു എക്കണോമിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിയമമാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഹയർ ലോ ആണ്. പക്ഷെ അത് നിയമം മാത്രമല്ല, അതിനെക്കുറിച്ച് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ജീവിതത്തിനെ ഓർഡർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിൻ്റെ അകത്ത് നിന്നാണ് നമ്മളെല്ലാവരും നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതും അതിന്റെ ശരിയും തെറ്റും നമ്മൾ തീരുമാനിക്കുന്ന. അൾട്ടിമേറ്റ്ലി പിന്നെ കെൽസൺ എന്ന് പറയുന്ന വലിയൊരു ചിന്തകനുണ്ടായിരുന്നു. അതിൽ ഗ്രൂൺ നോം എന്ന് പറയും, അതായത് ഏറ്റവും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ലീഗൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്കോ ജനങ്ങൾക്കോ കോടതിക്കോ ആർക്കും തിരിഞ്ഞു നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തെറ്റാന്ന് പറയാൻ ഒക്കില്ല. വേറെ എന്തെല്ലാം തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാലും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടണം. അത് നമ്മുടെ മനസ്സിൽ ആദ്യം, അതാണ് ഇന്നത്തെ ഈ ഡിബേറ്റിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ പറയും. നമ്മൾ എന്തെല്ലാം ഇടന്ന് പറഞ്ഞാലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും പാടുപെട്ട് ഇത്രയും പ്രഗത്ഭര് 2 വർഷം 11 മാസം 18 ദിവസം എടുത്ത് തീരുമാനിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 106 പ്രാവശ്യം അതിനെ ഭേദഗതി ചെയ്ത് കഴിഞ്ഞു ഈ 75 വർഷത്തിനുള്ളിൽ. കാരണം നമ്മളെല്ലാവരും ആലോചിക്കും, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാര് എത്ര സമയമെടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ഞാൻ ഈ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ എതിരെ പോകാനൊക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് 106 പ്രാവശ്യം ഇന്നത്തെ ദിവസത്തിൽ ഭേദഗതി ചെയ്ത് കഴിഞ്ഞു. അതിനുപരിയായി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ 240 വർഷമായി, 1789 വന്നതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് ഇത്രയും നാളിലായിട്ട് 27 പ്രാവശ്യം മാത്രമേ ഉള്ളൂ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. വളരെ ചെറിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 395 വകുപ്പുകളുണ്ട്. എന്നിട്ടും നമ്മൾ അതിനെ പലവട്ടം അമെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞ 106 പ്രാവശ്യം അമെൻഡ് ചെയ്തു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്ന എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മൗലിക അവകാശം എന്ന ചാപ്റ്ററാണ്. പാർട്ട് 3 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലിക അവകാശം എന്ന് പറയാൻ കാരണം ഈ അവകാശങ്ങൾ 1931 കറാച്ചി റെസൊല്യൂഷനിൽ തന്നെ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏത് തരത്തിലുള്ള ഭരണ സംവിധാനമായിരിക്കണം, ഏത് തരത്തിലുള്ള അവകാശങ്ങളായിരിക്കണം പൗരന്മാർക്ക് കിട്ടേണ്ടത്. അന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ തീരുമാനം ഉണ്ടായിരിക്കണമെന്ന്. ഇത് തന്നെയാണ് ശരിക്കും ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് എഴുതി ചേർക്കപ്പെട്ടത്. മൗലിക അവകാശത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ മൗലിക അവകാശം സാധാരണ നിയമാവകാശം എന്നൊക്കെ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഇതും ഒരു നിയമാവകാശം തന്നെയാണ് മൗലിക അവകാശം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പാർലമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനോ ഒരു നിയമം ഉണ്ടാക്കി ഈ മൗലിക അവകാശത്തിനെ ഹനിക്കാൻ സാധിക്കില്ല, അതിനെ എടുത്തു കളയാൻ സാധിക്കില്ല. അതാണ് ഒരു മൗലിക അവകാശത്തിന്റെ പ്രത്യേകത. എന്നാൽ മൗലിക അവകാശങ്ങളെ ഭരണഘടന ഭേദഗതി ചെയ്ത് എടുത്തു കളയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത്
അവസാനം 13 ജഡ്ജിമാരിരുന്ന് തീരുമാനിച്ചതാണ് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ്. അതിൽ പറഞ്ഞു സാധാരണ നിയമമല്ല ഭരണഘടന. അപ്പോ ഭരണഘടന അമെൻഡ് ചെയ്യുമ്പോൾ ഇത് ഒരു നിയമമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടന മൗലികാവകാശത്തിന്റെ പ്രത്യേകത അതിനെ അനിച്ചുകൊണ്ട് അതിനെതിരെ ഒരു നിയമവും പാസ്സാക്കാൻ നോക്കില്ല പാർലമെന്റ്. പക്ഷെ ഭരണഘടന അമെൻഡ് ചെയ്യുമ്പോൾ അത് നിയമമല്ല എന്ന് കേശവാനന്ദ ഭാരതി പ്രഖ്യാപിച്ചു. ആദ്യത്തെ ഏകദേശം 30 വർഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ള ഭാരതത്തിന്റെ ജീവിതം, ഒരു രാജ്യത്തിന്റെ ജീവിതം വളരെ ക്ലേശം, വളരെ ബുദ്ധിമുട്ട്. ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ആയിട്ടുള്ള ആൾക്കാർ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ദാരിദ്ര്യം, നമ്മൾ ചെറിയ സാധനങ്ങൾ പോലും മാനുഫാക്ചർ ചെയ്യാൻ പറ്റാത്ത വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യമായിരുന്നു. പണ്ട് നമ്മൾ വലിയ ധനികരായിരുന്ന രാജ്യമായിരുന്നു, വലിയ സിവിലൈസേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. 1947 നമ്മൾ ബ്രിട്ടീഷുകാരെ കുറ്റം പറയും. അതിന്റെ പ്രധാന കാരണം അവർ ദൂർത്തടിച്ചു, നമ്മുടെ സ്വത്തൊക്കെ അടിച്ചുകൊണ്ട് പോയി. എന്താണെങ്കിലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, 47 പണ്ഡിറ്റ് നെഹ്റുവും ക്യാബിനറ്റിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളായിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പറയുന്ന 3-4 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പെട്ടെന്ന് ഓടിച്ച് പറയാം. ഒന്ന്, സമത്വത്തിന്റെ 3 വകുപ്പുകളാണ് ആർട്ടിക്കിൾസ് 14, 15 and 16. There shall be equality before the law. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്. There shall be equal protection of the laws. എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ പ്രസിഡന്റ്, ഉദാഹരണം പറഞ്ഞാൽ പ്രസിഡന്റ് ഇവിടെ വരുന്നു, അപ്പൊ റോഡ് ഉപയോഗിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രസിഡന്റ് വരുമ്പോൾ നമ്മളെല്ലാവരും മാറിക്കൊടുക്കണം, പ്രസിഡന്റിനെ കടത്തിവിടും. അതിനൊരു ലോജിക്കലായിട്ടുള്ള ഇന്റലിജിബിൾ ഡിഫറൻഷ്യയുണ്ട് പ്രസിഡന്റും സാധാരണക്കാരും തമ്മിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്. അതാണ് അതിന്റെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ് എന്ന് പറയുന്നതിന്റെ ആർട്ടിക്കിൾ 14. ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 15, 16 പറയുന്നത് ജോലിയുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് പ്രവേശിക്കുന്ന കാര്യങ്ങളിൽ വിവേചനം പാടില്ല. വിവേചനം എന്തെല്ലാം കാര്യത്തിൽ പാടില്ല? ജാതി, മതം, റേസ്. ഞാൻ ഈ റേസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ധാരണയുണ്ട്, നമ്മളെല്ലാം ഒരു റേസാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. ഒരു റേസ് ആയിരുന്നെങ്കിൽ ഈ റേസിന്റെ കാര്യം പറഞ്ഞ് വിവേചനം പാടില്ല എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് എഴുതി ചേർത്തത്? അവർക്കറിയാമായിരുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നിന്നും പല റേസസ് വന്നിരുന്നു. ഇവിടെ അവരുണ്ട് ഇപ്പോഴും. അവർ ഇന്ത്യക്കാരാണ്, അത് വേറെ കാര്യം. പക്ഷെ റേസസ് എന്ന് പറഞ്ഞ റേഷ്യൽ കാര്യം പറഞ്ഞുകൊണ്ട് വിവേചനം പാടില്ല എന്ന് അവർ എഴുതി ചേർത്തതിന് കാരണം റേസസ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ സെക്സ്, റിലിജൻ, സെക്സ്, ഇതിങ്ങനെ ഉള്ള കാര്യങ്ങൾ വിവേചനം പാടില്ല. അപ്പൊ ആമുഖത്തിൽ പറയുന്ന കാര്യം കൂടി ഞാൻ ഇവിടെ പെട്ടെന്ന് ഓടിച്ചു പറയാം. നമ്മുടെ ഗവർണറുടെ ആമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ പറഞ്ഞു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഡു റിസോൾവ് ഇൻ വി വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അവർസെൽസ് ഇൻ ടു എ സോവറിൻ, അധികാരം, സോവറിൻ എന്ന് പറയുന്നത് ജനാധിപത്യം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്റ്റഡ് പ്രസിഡന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ പ്രജാതന്ത്രം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. അന്ന് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമ്പോൾ മതേതരത്വം ഉണ്ടായിരുന്നില്ല ആമുഖത്തിൽ, സോഷ്യലിസം ഉണ്ടായിരുന്നില്ല. അത് 1977 3/1/77 42ാം ഭേദഗതി അനുസരിച്ച് എഴുതി ചേർത്തതാണ് സോഷ്യലിസവും മതേതരത്വവും. മിസസ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടം അന്നായിരുന്നു അങ്ങനെ അത് വന്നത്. അപ്പോ ഈ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇവര് ഈ ആമുഖത്തിലേക്ക് വീണ്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഈ രീതിയിൽ ജനാധിപത്യം, പരമാധികാരം ഉള്ള ഒരു ഗവൺമെന്റ്, സർക്കാരായിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ കാര്യം നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാരതീയർക്കും നീതി കിട്ടാൻ വേണ്ടി. നീതിനെ അതിന്റെ നിർവചനം വളരെ വ്യാപ്തിയുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രിയാമ്പിളിലുള്ളത്. നീതി എന്ന് പറഞ്ഞാൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹ്യം, രാഷ്ട്രീയം, സാമ്പത്തികം, നീതി. ഈ 3 തരത്തിലുള്ള നീതി എല്ലാവർക്കും കിട്ടണം.
ഈ നീതി കിട്ടുന്നതും നമുക്ക് പല ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സിന് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു ഇതിന്റെ മാർഗങ്ങളും നല്ലതായിരിക്കും, ഒരു ടൊട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് ആയിരിക്കരുത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ലിബർട്ടി, സോ ദാറ്റ് വി ഗെറ്റ് ലിബർട്ടി, അതായത് സ്വാതന്ത്ര്യം, ലിബർട്ടി ഓഫ് തോട്ട്, നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എക്സ്പ്രഷൻ, നമുക്ക് പ്രകടിപ്പിക്കാൻ, നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുകയും നമ്മൾ പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് വർഷിപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ബിലീവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ബിലീവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെയുള്ളതാണ് സമത്വം, ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, സ്റ്റേറ്റസ് എല്ലാവർക്കും ഒരുപോലെ, അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ആമുഖത്തിൽ വരുന്നതാണ് സാഹോദര്യത്വം, അതായത് ഫ്രെറ്റേണിറ്റി, സാഹോദര്യത്വം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനം പറയുന്നതാണ് സോ ദാറ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് റെസ്പെക്റ്റഡ്. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മനുഷ്യരായിട്ട് ജനിച്ചു വീണാൽ ഈ ലോകത്തേക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഒരു അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ലോകത്തിൽ എവിടെയും, ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും. ഇപ്പം അത് നാച്ചുറൽ ലോയുടെ ഒരു വലിയൊരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് ഡിഗ്നിറ്റി. അത് ഇന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതിന്റെ വിധികളനുസരിച്ച് അത് വളരെ വലിയൊരു ജൂറിസ്പ്രുഡൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഡിഗ്നിറ്റി ബേസ്ഡ് ആയിട്ട്, ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ്ലി സെക്ഷലി ഓറിയന്റഡ് ആൾക്കാരായിരിക്കാം, ഇവരുടെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്ന, ഓട്ടോണോമി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നമ്മൾ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ രീതിയിൽ നമ്മൾക്ക് നിയമം തെറ്റിക്കാതെ ജീവിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ഈ ഡിഗ്നിറ്റിയുടെ പ്രത്യേകത. ഇനി നമ്മുടെ ആദ്യത്തെ, ഞാനിത് പറഞ്ഞ ശേഷം ഈ മൗലികാവകാശങ്ങളിലേക്ക് തിരിച്ചു പിന്നെയും വരികയാണ്. ആർട്ടിക്കിൾ 19, ഞാൻ സമത്വം പറഞ്ഞു. 19 നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മൾ കോടതികളിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ഫ്രീഡം, സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഫ്രീ ആയിട്ട് സ്പീച്ച്, ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് ഞാൻ പറയാം. നാഷണൽ ആന്തം കേസ് ഉണ്ടായി ഇന്ത്യയിൽ, നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നാണ് അത് പോയത്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന പിള്ളേര്, അവര് സ്കൂളില് നാഷണൽ ആന്തം പാടണം എന്നും പറഞ്ഞ് ഗവൺമെന്റ് ഒരു സർക്കുലർ ഇറക്കി. നിയമമല്ലായിരുന്നു, സർക്കുലർ ആയിരുന്നു. അവര് നാഷണൽ ആന്തം അവര് പറഞ്ഞു ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നാഷണൽ ആന്തത്തിനെ ഞങ്ങൾ ബഹുമാനിക്കാതിരിക്കില്ല. നാഷണൽ ആന്തം പാടുമ്പോൾ ഞങ്ങൾ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കും, പക്ഷെ ഞങ്ങൾ പാടില്ല. അത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി പറഞ്ഞു അത് അവരുടെ മൗലിക അവകാശത്തിന്റെ ഒരു ഭാഗമാണ്, ആർട്ടിക്കിൾ 19 ഭാഗമാണ്. കാരണം 19 അനുസരിച്ച് അവർക്ക് അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കൺസെപ്റ്റാണ്. അതിൽ പലതും പെടും. ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വോട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ നോട്ട എന്ന് പറയുന്നത് ഒക്കെ ഉത്ഭവിച്ച ഇങ്ങനെയാണ്, നമ്മുടെ തീരുമാനിക്കാനുള്ള അവകാശം. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്ക് അറിവ് സമ്പാദിക്കാനുള്ള അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. കാരണം നമുക്ക് അറിവ് കിട്ടിയാലേ ഉള്ളൂ നമ്മുടെ അറിവിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താണ്? നമ്മുടെ അറിവ്, നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മുടെ അഭിപ്രായം പറയാന്ന്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം ഫ്രീ ആയിട്ട് ഒരു ജനാധിപത്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത്? നമുക്ക് വേണ്ടുന്ന ഇൻപുട്സ് അറിവില്ലെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 19 അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു പോയത്. പിന്നെ ആർട്ടിക്കിൾ 21, no one shall be deprived of his life or liberty except in accordance with the procedure established by law. ഒരു വ്യക്തി, സിറ്റിസൺ അല്ല, പൗരനല്ല, ആർക്കും ഇന്ത്യയിൽ അവരുടെ ജീവിതമോ അവരുടെ പേഴ്സണൽ ലിബർട്ടിയോ സ്വാതന്ത്ര്യമോ നിയമം അനുശാസിക്കുന്ന അല്ലാതെ എടുത്തു കളയാൻ പറ്റില്ല. ഇത് AK ഗോപാലനില് ഈ കേസ് ആദ്യം ഈ ആർട്ടിക്കിൾ വന്നു. AK ഗോപാലൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറായിരുന്നു. അദ്ദേഹത്തിന് മദ്രാസ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ നിയമം അനുസരിച്ച് ജയിലിൽ അടച്ചു. അപ്പോ പുള്ളി പറഞ്ഞു ഈ പ്രൊസീജിയർ ഫെയർ അല്ല. അപ്പൊ ഗവൺമെന്റ് വാദം എന്തായിരുന്നു? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമമുണ്ട്, അപ്പൊ പിന്നെ അത് വേറെ ഒന്നും നോക്കണ്ട. സുപ്രീം കോടതി അത് അംഗീകരിച്ചു, 4 ജഡ്ജിമാർ അത് അംഗീകരിച്ചു. അത് പിന്നീട് മനേക ഗാന്ധി ആയി കഴിഞ്ഞപ്പോഴത്തേനും അത് അങ്ങനെയല്ല, ആ നിയമം തന്നെ ഫെയർ ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ നിയമം വളർന്നു കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആർട്ടിക്കിൾ 21 പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളയാനൊക്കില്ല. പിന്നെ ആർട്ടിക്കിൾസ് 25 to 30 മതസ്വാതന്ത്ര്യം, മൈനോറിറ്റി റൈറ്റ്സ്, ആർട്ടിക്കിൾ 30.
ഇത്രയൊക്കെയാണ് ഏകദേശം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മുടെ ഭരണഘടന തരുന്നത്. ഇനി ഭരണഘടനയിൽ തരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഓൺ സോഷ്യൽ റൈറ്റ്സ് ഉണ്ട്. അതിനെ വിശേഷിപ്പിക്കുന്ന ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ഈ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സിബിൾ ആണ്. ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് കോടതിയിൽ പോയി അത് നടപ്പിൽ ആക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കാൻ ഒക്കില്ല. പക്ഷേ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് സുപ്രീം കോർട്ട് പല കേസുകൾ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒരു രഥത്തിന്റെ രണ്ട് ചക്രം പോലെയാണ്. രണ്ട് ചക്രവും ശക്തിയായിട്ട് സ്മൂത്ത് ആയിട്ട് ഓടിയാലേ ഉള്ളൂ രാജ്യം മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഈ സോഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈവ്ലിഹുഡ്, അതായത് നമുക്ക് ജീവിക്കാനുള്ള ഉപജീവന മാർഗം, എഡ്യൂക്കേഷൻ, പിന്നെ സ്ത്രീകൾക്ക് കിട്ടേണ്ട റൈറ്റ്സ്, പിള്ളേർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ഇത് നേരിട്ട് അന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു ഭരണഘടന ഉണ്ടായ സമയത്ത്. പക്ഷെ പതുക്കെ ഗവൺമെന്റുകൾ അത് നടപ്പിലാക്കണമെന്നുള്ളതാണ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് അനുശാസിക്കുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം ഉള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി മാത്രമേ ഞാൻ പറയാം. അതിൽ പറയുന്നു, നമ്മുടെ ഓരോ പൗരൻ ഭരണഘടന അനുസരിച്ച് യു ഹാവ് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം, ചെറിയൊരു കാര്യമാണ്, പക്ഷെ എന്റെ മനസ്സിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ, ഞാൻ ഒരു ചിറ്റൂർ റോഡിൽ കൂടി ആണ് പലപ്പോഴും പോകുന്നത്. പാലം കയറി അവിടെ ഇറങ്ങി വരുമ്പോ നോ റൈറ്റ് ടേൺ എന്ന് കാണാം. ഞാൻ പറയാം, ഒരു 95% ആൾക്കാരും, 95% പറ്റുമെങ്കിൽ 99% ആൾക്കാരും ഇങ്ങനെ ഒരു ബോർഡ് പോലീസുകാർ വന്ന്, എനിക്കൊന്ന് ചെറിയ ബോർഡായിരുന്നു, അത് അവർ കുറച്ചും കൂടി വലുതാക്കി, ഇത്രയും വലുതാക്കി. പക്ഷെ എല്ലാവരും റൈറ്റ് ടേൺ ചെയ്താ പോകുന്നത്. പലപ്പോഴും പോലീസുകാർ നിൽക്കെയാണ് ഈ നിയമത്തിനെ കാറ്റിൽ പറപ്പിക്കുന്നത്. ഇങ്ങനെ കാറ്റിൽ പറപ്പിച്ച് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന നിയമം നോ എൻട്രി, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ നിയമം പാലിക്കേണ്ട ആൾക്കാർ നമ്മൾ നിയമം പാലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭരണഘടന അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്ന? അല്ല. കാരണം ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടന മാത്രമല്ല, നമ്മൾ ഈ ചർച്ച മുഴുവൻ നടത്തുന്നുണ്ടല്ലോ, ഭരണഘടനയുടെ കീഴിലുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും എല്ലാം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ അതിന്റെ നിയമം തെറ്റാണെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി അതിനെ ചാലഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിയമം, ഇപ്പോ പാർലമെന്റിൽ ഫാർമേഴ്സ് നിയമം കൊണ്ടുവന്നു, അധികം ചർച്ചയൊന്നും ചെയ്യാതെ പാർലമെന്റിൽ ഫാർമേഴ്സ് നിയമം കൊണ്ടുവന്നു, പാസാക്കി. ദൈർഘ്യമുള്ള ഫാർമേഴ്സിന്റെ സമരം കാരണം അത് പിൻവലിക്കേണ്ടി വന്നു. അതും ആകാം, അതൊരു ഗാന്ധിയൻ മെത്തേഡാണ്, തീർച്ചയായിട്ടും ആകാം. പക്ഷെ നിയമം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിയമം മാറ്റണം, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടണം. ഇതാണ് ഭരണഘടനയുടെ ഏറ്റവും കാതലായ കാര്യം എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് പാത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവിടെ ജമീന്ദാരി നിയമം ഉണ്ടായിരുന്നു. ഭൂമികൾ കൂടുതലും കുറച്ചു പേരുടെ ആയിരുന്നു, അവരുടെ കയ്യിലായിരുന്നു, കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ആദ്യം കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തത് ജമീന്ദാരി അബോളിഷൻ ആക്ട് കൊണ്ടുവന്നു, നമ്മുടെ കേരളത്തിൽ പോലെ ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവന്നു. ഭാരതത്തിന്റെ സർക്കാരിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. വളരെ ഹൈ ലെവൽ ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ ആയിരുന്നു. കാരണം ടാക്സ് ചെയ്യാനായിട്ട് വേറെ ട്രാൻസാക്ഷൻസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് ഇൻകം മുഴുവൻ ടാക്സ് ചെയ്യുമായിരുന്നു. കുറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹയർ ലേണിംഗ് ലൈക്ക് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒക്കെ പണ്ഡിറ്റ് നെഹ്റു വളരെ താല്പര്യമെടുത്ത് സ്ഥാപിച്ചു. അതിന്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും കിട്ടി. പക്ഷേ നമുക്ക് തെറ്റ് പറ്റിയ ഒരു ഭാഗം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സിംഗപ്പൂർ, മലേഷ്യ, നമ്മുടെ ഏഷ്യൻ റീജിയനിലുണ്ടായ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്തത്, പ്രൈമറി എഡ്യൂക്കേഷനും ഹെൽത്തിലും അതാത് ഗവൺമെന്റുകൾ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ ഒരു വീഴ്ച പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. പല പണ്ഡിതരുടെയും വിശ്വാസം അതാണ്. അത് നമ്മൾ ചെയ്യാതിരുന്നതിന്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ഉള്ള സ്കിൽ ഫോഴ്സ്, പിന്നെ ഹെൽത്ത്, ഫോർ എക്സാമ്പിൾ മാൽന്യൂട്രീഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 22% ഇന്ത്യൻസ് ആർ ഹാവിങ് മാൽന്യൂട്രീഷൻ. ഒരു രാജ്യത്തിന്റെ വർക്ക് ഫോഴ്സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹെൽത്തും എഡ്യൂക്കേഷനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇന്ത്യ ഈ കാര്യത്തിൽ ആദ്യത്തെ ഒരു 10-40-50 കൊല്ലം നമ്മൾ അതിൽ പിന്നോക്കമായിപ്പോയി. ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി, നമ്മൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കെയാണ് 91-ൽ 1991-ൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഒരു വലിയ പ്രോബ്ലം വന്നു. അങ്ങനെ ഭാരതം റിഫോംസിന്റെ പാതയിലൂടെ കടന്നുപോയി. മൻമോഹൻ സിംഗ് അന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. പുള്ളിയുടെ മേൽനോട്ടത്തിൽ നമ്മൾ റിഫോംസ് സ്വീകരിച്ചു, ലിബറലൈസേഷൻ സ്വീകരിച്ചു. അപ്പം ഈ റിഫോംസ് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്ന് റിഫോംസിന്റെ പാതയിലൂടെ പോയി. ആദ്യം നമുക്ക് മൊണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ഉണ്ടായിരുന്നു 1969. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഒഴിവാക്കാൻ, ഒത്തിരി ആൾക്കാർ, കുറച്ച് പേരുടെ പേരിൽ പണം ഈ കമ്പനീസ് എല്ലാം ഉണ്ടാകാതിരിക്കാനായിട്ട് മൊണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് നമ്മളിപ്പോ അതിനെ മാറ്റി ഇന്നിപ്പോ കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവന്നു 2002 ഇന്നിപ്പോ ഇന്ത്യ ഗ്ലോബൽ എക്കോണമി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ 4th ലാർജസ്റ്റ് GDP എന്നാണ് നമ്മുടെ തന്നെ ലേശം അഹങ്കാരത്തോടെ എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നു. നമ്മൾ അതിലേക്ക് കടന്ന് എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയരുടെ അവസ്ഥ? ഞാനൊരു കാർട്ടൂൺ കണ്ടു. ഒരു ധർമ്മക്കാരൻ പറയാണ്, മകനോട് പറയാതെ നമ്മുടെ രാജ്യം 4th ലാർജസ്റ്റ് GDP ആണ്, കയ്യിലിരിക്കുന്ന തെണ്ടുന്ന പാത്രമാണ്. അപ്പോ ഇതിന്റെ അകത്ത് നോക്കുമ്പോ ചില സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1% ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള 1% ആൾക്കാർ ഇന്ത്യയുടെ നാഷണൽ ഇൻകം, രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 22.6% കൈയടക്കിയിരിക്കുകയാണ്. 1%, ഇതേ 1% ഇന്ത്യയുടെ സ്വത്തിന്റെ കൺട്രോൾ ചെയ്യുന്നത് 40.1% സ്വത്ത് കൺട്രോൾ ചെയ്യുന്ന 1% ആൾക്കാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 10%, ഏറ്റവും പണമുള്ള 10%, 65% സ്വത്ത് അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. 50% ഇന്ത്യയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാർ, അവർക്ക് കിട്ടുന്ന സ്വത്ത്, അവർക്ക് കിട്ടുന്ന വരുമാനം, ആണ്ട് വരുമാനം 72,000 രൂപ താഴെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം. വിച്ച് മീൻസ് 6,000 രൂപ പോലും ഒരു മാസം തയ്ക്കുന്നില്ല. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇന്നിപ്പോ കേരളമല്ല ഇന്ത്യ. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നമ്മുടെ വെളിയിൽ പോയി, ഞാൻ ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു, ഞാൻ അല്ലാതെ അവിടെ ഇരുന്നു. നിങ്ങൾക്കും പലർക്കും അറിയാം, നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണും. ഈ കേരളമായിട്ട് കമ്പയർ ചെയ്യരുത്, കേരളമായിട്ട് ഒരു ബന്ധവും ഇല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ. മധ്യവർഗത്തിൽപ്പെട്ട ഈ വരുമാനം എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 രൂപ താഴെയാ വരുന്ന ഒരു മാസം. സോ 50% കഴിഞ്ഞ് 40% ഈ 14,000 നമ്മുടെ GDP-യുടെ കണക്ക് പ്രകാരം തന്നെ $3,000 നമ്മുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, പെർ ക്യാപിറ്റ ഇൻകം. ഈ GDP എന്ന് പറയുമ്പോൾ നമ്മൾ പറയും 4th ലാർജസ്റ്റ് GDP, നമ്മളിപ്പോ ചൈനയെ നമ്മൾ ജപ്പാനെ ഓവർടേക്ക് ചെയ്യും, മറ്റതൊക്കെ പറയും. പക്ഷെ പെർ ക്യാപിറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 150 രാജ്യങ്ങളിൽ നമ്മൾ 130ാമത്തെ റാങ്കേ ആവുന്നുള്ളൂ. 130, നമ്മൾ 4ാമത്തെ GDP ഉണ്ട്. പക്ഷെ പെർ ക്യാപിറ്റ ഇത് വീതിച്ച് കഴിയുമ്പോൾ, അപ്പൊ വളരെ അതിസമ്പന്നന്മാരായിട്ടുള്ള 10%, ആദ്യത്തെ 1% ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി 10% ഇത് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെയാണ് 90% ഭാരതീയര്. ഈ വീത പീപ്പിൾ നമ്മൾ പറയുന്ന ഇവരാണ്. അവരുടെ അവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോ ഇതൊരു വലിയ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ഇങ്ങനത്തെ ചർച്ചകളിൽ നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 90% ആൾക്കാർക്ക് എന്തർത്ഥമാണുള്ളത്? ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതും ഇന്ന് ഭരിക്കുന്നതുമായിട്ടും എന്ത് അർത്ഥം? സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് പറയാം. ഞാൻ സ്വതന്ത്രനാണ്, സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസമാണ് എന്റെ ഉള്ളിൽ. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ലിബർട്ടി ഇല്ലെങ്കിൽ, എക്കണോമിക് ഫ്രീഡം ഇല്ലെങ്കിൽ എന്തർത്ഥമാണ് ഉണ്ടാകുന്നത്? ടേക്ക് ഫോർ എക്സാമ്പിൾ എംപ്ലോയ്മെന്റ്. പ്രൊഫസർ അരുൺ കുമാർ എന്ന് പറഞ്ഞ JNU എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഉണ്ട്, റിപ്പോർട്ടുണ്ട്.
നമ്മുടെ എംപ്ലോയ്മെന്റ് പറയുന്നത് 3% ആണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ പുള്ളി പറയുന്നത് 4 തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് ഇന്ത്യയിൽ. സാധാരണ അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ലാതെ നിൽക്കുന്നു. ചില സെക്കൻഡ് അണ്ടർ അൺഎംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ് ഉള്ള പോലെ തോന്നിക്കും, പക്ഷെ ആവശ്യമില്ലാതെ ഇപ്പം കൃഷി സ്ഥലത്ത് പോയി ഒരു കുടുംബത്തിലെ കുറെ പേര് ജോലി ചെയ്യുന്ന ആവശ്യമില്ല അവിടെ. ഇതുപോലെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. പിന്നെ ജോലിക്ക് നോക്കിയിട്ട് മടുത്ത് ഇരിക്കുന്ന ആൾക്കാർ. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. 60,000 പിന്നെ ക്ലാർക്കുമായി പ്യൂണിന്റെ ജോലിക്ക് PhD ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ. അപ്പൊ നമ്മൾ ഈ GDP എന്ന് വെച്ച് മാത്രം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനെയോ അതിന്റെ ആർത്ഥിക അവസ്ഥയെ നമ്മൾ അടക്കാൻ നമ്മൾ തുനിയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുണ്ടായ ചില ഡെവലപ്മെന്റ്സ് കൂടി ഞാൻ പറഞ്ഞിട്ട് വെല്ലുവിളികളിലേക്ക് വരികയാണ്. ഇവിടെ ജസ്റ്റിസ് കൃഷ്ണയ്യരും ഭഗവതിയും താല്പര്യമെടുത്ത് സ്ഥാപിച്ച ഒരു പ്രത്യേക ഒരു മെക്കാനിസമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇപ്പൊ ഇന്ന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. 75-ൽ രത്ലം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു കേസിലായിരുന്നു ആദ്യം ജസ്റ്റിസ് കൃഷ്ണയ്യർ അധ്യക്ഷനായിരുന്ന. ആ കേസിൽ എന്തായിരുന്നു, അവിടെ മുനിസിപ്പാലിറ്റി അതിന്റെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് വിസമ്മതിച്ചു. അതിന് കാരണമായിട്ട് പറഞ്ഞ അവരുടെ അടുത്ത് പണമില്ല, ഫണ്ട്സ് ഇല്ല, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങളുടെ ഡ്യൂട്ടീസ് ആണ്, പക്ഷെ ഞങ്ങളുടെ പണമില്ല എന്ന് പറഞ്ഞു. ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞു സാധിക്കില്ല, നിങ്ങൾ ചെയ്തേ പറ്റൂ, നിങ്ങളുടെ പണമില്ല എന്നൊരു കാരണം നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. സുനിൽ ബത്ര എന്ന് പറയുന്ന കൊലക്കുറ്റത്തിന് കൊലക്കയറ് കാത്ത് നോക്കി സോളിറ്ററി കൺഫൈൻഡ് ജയിലിൽ, ഡൽഹി തിഹാർ ജയിലിൽ താമസിക്കുന്ന ഒരാള്, അയാളുടെ സഹപാഠിയായി സുപ്രീം കോടതിയിലേക്ക് ഒരു വെറും എഴുത്തയച്ചു. അവിടെ പോലീസുകാർ പണം ചോദിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, വളരെയധികം ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു പെറ്റീഷനായിട്ട് കൺസിഡർ ചെയ്ത് ജസ്റ്റിസ് കൃഷ്ണയ്യരുള്ള ബെഞ്ച് അത് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കമ്മീഷണർ വെച്ച് അവസാനം സത്യം ഒക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഡയറക്ഷൻസ് കൊടുക്കുന്നു. ഇത് ജസ്റ്റിസ് കൃഷ്ണയ്യർ ജസ്റ്റിസ് ഭഗവതി തുടങ്ങി വെച്ച ഈ ഒരു ചെറിയ ഒരു വിത്ത് പാകിയത് ഇന്നൊരു വലിയ ജയന്റ് ട്രീ ആയിട്ട് മാറി വളർന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നിങ്ങളുടെ ആർക്കും വേറൊരു ഭാരതീയനോ ഭാരതത്തിലുള്ള ഏതൊരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടോ കോടതി കൊണ്ട് അവരുടെ മൗലിക അവകാശങ്ങളോ അല്ലാതെ അവകാശങ്ങളോ അവരുടെ ലംഘിക്കപ്പെടുവാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുത്തു. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് പല കേസുകളിലായിട്ട്, ഫോർ എക്സാമ്പിൾ രണ്ട് കേസുകൾ മാത്രമേ ഞാൻ പറയാം. ഒന്ന് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. വിശാഖ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു സോഷ്യൽ വർക്കർ ഒരു സ്ത്രീനെ ബലാത്സംഗം ചെയ്തു, ക്രൂരമായ ബലാത്സംഗം ചെയ്തു. അതിന്റെ വർക്ക് പ്ലേസ്, അതായത് ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ പെണ്ണുങ്ങൾക്ക് വർക്ക് പ്ലേസിൽ സേഫ്റ്റി ഇല്ല എന്നും പറഞ്ഞായിരുന്നു കേസ് കൊടുത്തത്. അപ്പൊ ഇന്റർനാഷണൽ കവനൻസ് ഉണ്ട്, ഇന്ത്യ പാർട്ടി ആയിട്ടുള്ള സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ലേ. സുപ്രീം കോടതി വെറും 13 പാരഗ്രാഫ് മാത്രമുള്ള ജഡ്ജ്മെന്റ് ആണ്. അതിൽ പറഞ്ഞു ഇവരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സുപ്രീം കോടതിയുടെ കടമയാണ്. അതുകൊണ്ട് ഇന്റർനാഷണൽ കവനൻസിൽ ഇന്ത്യ പാർട്ടിയാണ്. അത് നിയമം ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം ഇവരുടെ മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി ഇടപെട്ടു, ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്തു. അതൊരു 10-20 വർഷം അത് തന്നെയായിരുന്നു നിയമം. ഇപ്പൊ നിയമം പാസ്സാക്കി പാർലമെന്റ് വളരെ വർഷം ശേഷം. ഇതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വകുപ്പില്ല, ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല, അന്നുണ്ടായിരുന്നില്ല. അന്ന് സുപ്രീം കോടതി പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങളിലെ ചില ഭാഗങ്ങളും, അത് റൈറ്റ് ടു ആർട്ടിക്കിൾ 1921 റൈറ്റ് ടു ലൈഫ്, ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ വലിയ പ്രധാനപ്പെട്ട സോഷ്യൽ റൈറ്റ്സ് ആണ്, ഗവൺമെന്റുകളാണ് അത് നടപ്പിലാക്കേണ്ടത്. അതിൽ നിന്ന് ആർട്ടിക്കിൾ 41 ആർട്ടിക്കിൾ 45 എടുത്തിട്ട് പറഞ്ഞു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, നിങ്ങൾ പ്രൈമറി എഡ്യൂക്കേഷൻ 14 വയസ്സ് വരെയും നിങ്ങൾ മൗലിക അവകാശമുണ്ട് എഡ്യൂക്കേഷൻ. സുപ്രീം കോടതിയാണ് ആദ്യം 1996 പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം പാർലമെന്റ് അത് അംഗീകരിക്കുന്നു. ആർട്ടിക്കിൾ 21A നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കുന്നു. അതൊരു മൗലിക അവകാശമായിട്ട് പാർലമെന്റ് തന്നെ സുപ്രീം കോടതി വിധിനെ അംഗീകരിച്ചുകൊണ്ട് നിയമം കൊണ്ടിരുന്നു. അതിനുശേഷമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത്. ഇതുപോലെ തന്നെ
റൈറ്റ് ടു ലൈവ്ലിഹുഡ്, നമ്മുടെ ജീവിക്കാനുള്ള റൈറ്റ്, ജോലി ചെയ്ത് ജീവിക്കാനുള്ള റൈറ്റ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 21 വ്യാഖ്യാനിച്ചു. അത് 2005 മൺറേഗ ആക്ട് ആയിട്ട് മാറി. 100 ദിവസം എങ്കിലും വേതനത്തിന് ജോലി കൊടുക്കണം ഉറപ്പുവരുത്തി. പാർലമെന്റ് തന്നെ പാസ്സാക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൺറേഗയുടെ അതിന്റെ പ്രസക്തി. അപ്പൊ എഡ്യൂക്കേഷൻ, വർക്ക്. ഇനി പ്രധാനപ്പെട്ട വേറെ ഒരു നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് 2005 വരുന്നത്. അപ്പൊ ജനാധിപത്യത്തിന്, ഭരണഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയും പാർലമെന്റും രണ്ടുപേരും കൈകോർത്ത് ഇങ്ങനത്തെ വളരെ പോസിറ്റീവായിട്ടുള്ള അനേക ഡെവലപ്മെന്റ്സ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ബോധ്യവാനാകണം. പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും ഒക്കെ നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുന്നതിലാണ് ശരിക്കും പറഞ്ഞത്. അതായത് എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ ഡോർ സ്റ്റെപ്പിലാണ് ഇതിന്റെ ബ്ലെയിം മുഴുവൻ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത്. ഞാൻ ഈ പറഞ്ഞ ട്രാഫിക്കിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. നിയമങ്ങളുണ്ട്, പക്ഷെ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. പക്ഷെ അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് ബലമായിട്ട് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഏത് സർക്കാരാണെങ്കിലും എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ പ്രിയാമ്പിളിലേക്ക് ഒന്ന് പോവുകയാണ്. അത് ഗാന്ധിജിയുടെ പ്രസക്തി ഇവിടെ പറയാനായിട്ടാണ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭരണഘടനയിൽ ചേർക്കാനായിട്ട്, ആമുഖത്തിൽ. ഗാന്ധിജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ബാരിസ്റ്ററായിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. അവിടെ കുറച്ചാള് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇന്ത്യയിലും വന്ന് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ പുള്ളിക്ക് നാഷണലിസ്റ്റ് മൂവ്മെന്റ്, സമൂഹത്തിനെ സേവിക്കണം എന്നുള്ള, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്നുള്ള ആഗ്രഹം പുള്ളിക്ക് പണം ഉണ്ടാക്കുന്നതിനേക്കാളും പ്രധാനമാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പോയി. അന്ന് പുള്ളി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് അൺടു ദിസ് ലാസ്റ്റ് എന്നും പറഞ്ഞ് ജോൺ റസ്കിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു എഴുത്തുകാരന്റെ ഒരു ബുക്ക് പുള്ളി വായിക്കാനിടയായി. ചെറിയൊരു ബുക്ക്, എസ്സേസ് ആണ് അത്, ജോൺ റസ്കിൻ എഴുതിയത്. അൺടു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു വശമാണ്. അത് ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, ഒരു കാലത്തെ 8 മണിക്ക് വരുന്ന ഒരു ജോലിക്കാരൻ 11 മണിക്കൂറിന് വരുന്ന ജോലിക്കാരനും ഒരേ ശമ്പളം, അൺടു ദിസ് ലാസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. അപ്പൊ ഗാന്ധിജി ഇതിൽ വളരെ ആകർഷിതരായി. ഗാന്ധിജി ഈ ബുക്കാണ് സർവോ ഉദയ എന്നും പറഞ്ഞ് ഗുജറാത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഈ സർവോദയ, ഈ അൺടു ദിസ് ലാസ്റ്റ് മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. 78 രൂപയ്ക്കാണ് അത് നോക്കിയപ്പം അവൈലബിൾ ആണെന്ന് തോന്നുന്നു അതിന്റെ. അപ്പൊ അതിന്റെ അകത്തെ ആശയങ്ങൾ, 3 ആശയങ്ങൾ ആണ് ഈ ജോൺ റസ്കിന്റെ ആശയം. ഒന്ന്, വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ഇൻഡിവിജ്വൽ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഗുഡ് ഓഫ് ഓൾ. ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെ നന്മ തന്നെയാണ് ഒരു വ്യക്തിയുടെയും നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ പൊതു നന്മയാണ് നമ്മുടെ ഒരു വ്യക്തിയുടെയും നന്മ. ആദ്യത്തെ അദ്ദേഹത്തിന് പറഞ്ഞത്. രണ്ടാമത്, അധ്വാനത്തിന്റെ അന്തസ്, എല്ലാവരുടെയും ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഇപ്പൊ ജഡ്ജി ആയാലും വക്കീലായാലും ബാർബറായാലും ഡ്രൈവറായാലും ക്ലാർക്കായാലും എന്ത് ജോലി ചെയ്താലും അതിന് എല്ലാത്തിനും തുല്യ അന്തസ്സാണ് ഉള്ളത്. പിന്നെ ദ ലൈഫ് ഓഫ് ദ ടില്ലർ ആൻഡ് ദ ഹാൻഡിക്രാഫ്റ്റ്, അതാണ് ലൈഫ് വർത്ത് ലിവിങ്. അതായത് കർഷകന്റെയും ഹാൻഡിക്രാഫ്റ്റ്, ഗാന്ധിജിയുടെ കാലത്ത് പ്രത്യേകിച്ച് അതായിരുന്നു ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെയാണ് പുള്ളി സ്വദേശി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഗാന്ധിജി എത്തുന്നത്. ഇനി ഗാന്ധിജി പറഞ്ഞ 7 സാമൂഹിക തിന്മകളെ കുറിച്ച് ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അത് വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്നും എക്കാലത്തും ഉണ്ടാവും. 1, ആദർശമില്ലാത്ത രാഷ്ട്രീയം. ശ്രമം ഇല്ലാത്ത സമ്പത്ത്. 3, മനസാക്ഷി ഇല്ലാത്ത സുഖം പ്രാപ്തി. ചാരിത്രമില്ലാത്ത ജ്ഞാനം, നോളജ് വിത്തൗട്ട് ചാരിറ്റി. ക്യാരക്ടർ, നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. മൂല്യങ്ങളില്ലാത്ത കച്ചവടം.
മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, സയൻസ് വിതൗട്ട് ഹ്യൂമാനിറ്റി, ത്യാഗമില്ലാത്ത ആരാധന. നിങ്ങൾ ഇതിൽ ഓരോ ആശയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഗാന്ധിജി അന്ന് പറഞ്ഞ, ജോൺ റസ്കിൻ അതിനു മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഏതൊരു സമൂഹത്തിനും ഏതൊരു കാലത്തും എപ്പോഴും പ്രസക്തമായിട്ടുള്ള മൂല്യങ്ങളാണ്. ഇന്ന് ഗാന്ധിജിയുടെ നിയമം, ഗാന്ധിജി പറഞ്ഞു ലോകത്തില് എല്ലാവരുടെയും നീഡ്സ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറാനായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട്. പക്ഷെ അത്യാഗ്രഹം നേടാനായിട്ട് ആരും നമ്മുടെ ലോകത്തിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത്, ഉയർന്ന ആത്മീയ ജീവിതമാണ്. ഗാന്ധിജി വളരെ പയസ് ഹിന്ദു ആയിരുന്നു, പക്ഷെ എല്ലാ മതങ്ങളെയും വിശ്വസിച്ചിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട പുള്ളി പറഞ്ഞിരുന്ന ആത്മീയ ജീവിതം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആത്മീയ ജീവിതത്തെക്കാൾ വലുതായിട്ട് ഭൗതിക ജീവിതം ഒരിക്കലും വരരുത്. പിന്നെ പറഞ്ഞു വികേന്ദ്രീകരണം. പിന്നെ ഈ സെൻട്രലൈസ്ഡ് ഗവൺമെന്റ്, നമ്മളിപ്പോ ഫെഡറൽ ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇന്ന് നമുക്ക് ഫെഡറൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, പഞ്ചായത്ത് രാജ് ഉണ്ട്. 3 തരത്തിൽ വികേന്ദ്രീകരണം നടന്നിട്ടുണ്ട്. ഗാന്ധിജി ഇതിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു. ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, മോണോലിത്ത് പോലെ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. ലളിത ജീവിതം, ഗാന്ധിജി അന്ന് പറഞ്ഞു ലളിത ജീവിതം എന്ന് പറഞ്ഞു. പിന്നെ സ്വദേശി, നോ കൺസ്യൂമറിസം, അതായത് ഉപഭോഗ സംസ്കാരം. പെട്ടെന്ന് ഞാനെങ്കിൽ ഒരു വക്കീൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാലിക പ്രസക്തി ഉണ്ടെന്ന് തോന്നി. വക്കീൽ വന്ന് പറഞ്ഞു, പുള്ളിയുടെ മുമ്പിൽ ഒരു കപ്പിള് വന്നു, അവർ ഡൈവോഴ്സായി. അതിന്റെ പ്രധാന കാരണം എന്താ? 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു ഇവരെ തമ്മില്. മാറി വാശിയെടുത്ത് ലോൺ എടുത്തു. അവസാനം ഭാര്യയുടെ പേരിലായിരുന്നു റിക്കവറി മുഴുവൻ പറഞ്ഞു. അപ്പം ഈ കൺസ്യൂമറിസം ഒരു വശത്തു കൂടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ GDP-യുടെ 60% ഇസ് കൺസ്യൂമർ ഡ്രിവൺ ഡിമാൻഡാണ്. നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. കൺസ്യൂമർ നമ്മുടെ പണം ഉണ്ടായിട്ട് നമ്മൾ ചെലവാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റുപോകില്ല. പക്ഷെ ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ മീൻസിന്റെ അകത്ത് നമ്മൾ ചെലവഴിക്കുക. നമ്മളിപ്പം ഈ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, അവരിങ്ങനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അഡ്വർടൈസ്മെന്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്ന ഏതാണ്? നമ്മൾ ലളിതമായ ജീവിതം ജീവിക്കുവാണെങ്കിൽ അനാവശ്യ ദുരാഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടും. ഈ കൺസ്യൂമറിസത്തിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ. പിന്നെ കമ്മ്യൂണൽ ഹാർമണി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാന്ധിജിയുടെ ജീവിതം തന്നെ അവസാനം ത്യജിക്കുന്നത് കമ്മ്യൂണൽ ഹാർമണിയുടെ ആ ഒരു കോസിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വെടികൾ മരിക്കുന്നത്. കാസ്റ്റിസം. ഇനീഷ്യലി ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധിജി ഒരു പയസ് ഹിന്ദു ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റത്തിൽ അതിന്റെ ഡിവിഷൻ ഓഫ് ലേബർ, അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോക്കം പോയാൽ ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മോഡേൺ കാസ്റ്റ് സിസ്റ്റത്തിൽ എല്ലാവരും ഇങ്ങനെ സുപ്പീരിയർ ഇൻഫീരിയർ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കുന്ന, മൊബിലിറ്റി ഇല്ലാത്ത ഒരു സ്ട്രാറ്റിഫൈഡ് സിസ്റ്റത്തിന് എതിരെയായി ഗാന്ധിജി. ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഹരിജൻസിനെ, അങ്ങനെയാണല്ലോ ഹരിജൻ എന്നുള്ള വാക്ക് ഗാന്ധിജിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ബാൻ ചെയ്യുന്നു. നമ്മുടെ ഭരണഘടനയിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് നിയമമുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ കമ്മ്യൂണൽ സെക്യുലറിസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ 77-ലാണ് അത് ഭരണഘടന ആമുഖത്തിൽ എഴുതി ചേർത്തത്. പക്ഷേ എന്തുകൊണ്ട് അന്ന് എഴുതി ചേർത്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇതിൽ രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വലിയൊരു ചരിത്രമാണ്, വേറൊരു ദിവസത്തേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദീർഘദൈർഘ്യപ്പെടുത്ത ഒരു കാര്യമാണ്. എന്റെ അഭിപ്രായത്തിൽ, ഇവിടെ രാഷ്ട്രീയക്കാർ ഇരിപ്പുണ്ട്, പക്ഷെ രാഷ്ട്രീയമാണ് ഈ മതേതരത്വത്തിന്റെ ഒരു വലിയ കാതലായ ശത്രു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് കറക്റ്റ് പ്രാക്ടീസ് പറയുന്നുണ്ട്. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ യു കനോട്ട് മേക്ക് എൻ അപ്പീൽ ബേസ്ഡ് ഓൺ റിലിജൻ, ലാംഗ്വേജ്. അതായത് മതത്തിന്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ പേരിൽ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പ്രാക്ടീസ് ആണ്, നിങ്ങളുടെ ഇലക്ഷൻ അസാധുവായി ഡിക്ലെയർ ചെയ്യുക. നമ്മുടെ എല്ലാ ഇലക്ഷനിലും നടക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി
ഈ മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയം, ആ സംസ്കാരം, അതാണ് നമ്മുടെ രാജ്യത്തിൽ ഈ എന്താ പറയുക, ഈ കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതെ ആയതിന്റെ പ്രധാന കാരണം ഞാൻ വിശേഷിച്ചത് എനിക്ക് തോന്നുന്നു. ഇത് ഗാന്ധിജി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയം ഉപയോഗിച്ച് ഇത് ശരിക്കും പറഞ്ഞ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ ഇത് അമെൻഡ് ചെയ്ത് ചേർക്കുന്നത്, ഇത് ബില്ല് പൈലറ്റ് ചെയ്ത മിനിസ്റ്റർ, നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ അന്നത്തെ കാലത്ത് പറഞ്ഞു, അത്രയ്ക്കും രൂക്ഷമായി നമുക്ക് ഇത് അമെൻഡ് ചെയ്യാതെ പറ്റില്ല, എല്ലാ ഇലക്ഷനിലും ഇത് തന്നെയാണ്, ഇലക്ഷന്റെ പേരിൽ വോട്ട്, കമ്മ്യൂണൽ വോട്ട് കൊടുക്കുക. പിന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഞാൻ സോഷ്യൽ ജസ്റ്റിസ് ഇത്രയൊക്കെ പറഞ്ഞു, പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമുക്കുണ്ടോ? നമ്മുടെ ആമുഖത്തിൽ പറയുന്നത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും 21 വയസ്സന്ന്, പക്ഷെ ഇപ്പൊ 18 വയസ്സായി, ഏവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. അതിന് തർക്കമില്ല, നമ്മൾ അത് ഉണ്ട്. പക്ഷെ അതാണോ പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മുടെ ഭാരതീയർക്ക് ലഭിക്കേണ്ടത്? ഞാൻ ഉദ്ദേശിക്കുന്ന കറപ്ഷനാണ്. ഞാൻ പറയുന്ന ഒരു കാരണവശാലും നമുക്ക് കറപ്ഷൻ ആക്സെപ്റ്റ് ചെയ്യോ, നമ്മൾ അത് അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ GDP-യിൽ നമ്മൾ 4ാമത്തെ GDP ആയി നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മുടെ ഓരോ ഗവൺമെന്റ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കൈക്കൂലി കൊടുക്കാതെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും പറയാനൊക്കുമോ? നമ്മൾ എവിടെയൊക്കെ നമ്മൾ തന്നെ നിയമം തെറ്റിക്കുന്നു നമ്മൾ കൈക്കൂലി കൊടുക്കുമ്പോൾ. നമുക്ക് കിട്ടേണ്ട അവകാശപ്പെട്ട കാര്യങ്ങൾ, ഞാൻ പുറത്തെ രാജ്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത്, അവിടെ നിങ്ങൾ കിട്ടേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കിട്ടണ്ടാത്തൊരു കാര്യമാണ്, നിങ്ങൾ എത്ര രൂപ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടില്ല. സാധാരണക്കാർക്ക് ഗവൺമെന്റ് ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകളിൽ എവിടെ ചെന്നാലും ഈ കൈക്കൂലി എന്ന് പറയുന്ന ഇതും ഒരു ജനാധിപത്യവും ഒരു മെച്യൂർ ഡെമോക്രസി, ഒരു ഡെവലപ്ഡ് കൺട്രി, നമ്മൾ വികസിത ഭാരതമാവും 2047 ആവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും, നമ്മൾ ഉയർന്ന ഇൻകം എല്ലാം കിട്ടും. ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം ഇതിന് പ്രസക്തി ഇല്ല. നമ്മൾ ഒരിക്കലും വികസിതരാകില്ല നമ്മൾ കൈക്കൂലി കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന അത്ര കാലം. 31% നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട കേസുകൾ, ക്രിമിനൽ കേസുകളുണ്ട്. MLA-മാരിലും നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ 29% MLA-മാർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ഇതാണോ ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത നമ്മുടെ ആൾക്കാർ ചെയ്തത്? അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ജയിലിൽ പോയി കിടന്ന് മരിച്ചത്, ബ്രിട്ടീഷുകാരുടെ ലാത്തിച്ചാർജ് കൊണ്ടതല്ല. പക്ഷെ നമ്മളിതൊക്കെ മറക്കുന്നു. ഇനി എക്കണോമിക് ജസ്റ്റിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, 2011-12 ആയപ്പോ നമ്മൾ എക്സ്ട്രീം പോവർട്ടി ഇൻഡെക്സ് ഉണ്ട്. എക്സ്ട്രീം പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ദിവസം $2.15 പോലും കിട്ടാത്ത ആൾക്കാരെയാണ് എക്സ്ട്രീം പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം 2011-ൽ 16% ഭാരതീയർ ഈ പറയുന്ന പോവർട്ടി ലൈനിൽ താഴെയായിരുന്നു. ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നത് അവര് അതിനെ കുറച്ചു 2.3% 16% നിന്ന് കുറച്ച് 2.3% വെട്ടിക്കുറച്ചു എന്ന് പറയും. ഈ 2.3% എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ സ്വന്തം സഹോദരന്മാർ ഇന്ത്യയില് 3.44 കോടി ജനങ്ങൾ, ഇന്ത്യക്കാർ ഇന്നും ഈ പറയുന്ന $2 താഴെയാണ് താമസിക്കുന്നത്. ജൂൺ 25 ആയപ്പോ പോവർട്ടി ലൈനിന്റെ ക്രൈറ്റീരിയൻ മാറ്റി അത് $3 ആക്കി മാറ്റി. ഇപ്പൊ $3 മാറ്റുമ്പോ ഈ ഫിഗർ കുറെ കൂടെ കൂടും. അപ്പൊ ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മള് എന്താ പറയാ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നമ്മൾ 4ാമതായി, നമ്മുടെ പോവർട്ടി ഇൻഡെക്സിൽ നിന്ന് കുറെ പേരെ നമ്മൾ ഉയർത്തി, നമ്മുടെ അവരുടെ പോവർട്ടി ജസ്റ്റ് വേഫർ തിൻ ആയിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ ജസ്റ്റ് മീൻസ് ചെയ്തു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നമ്മൾ HDI എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ഉണ്ട്. HDI, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എക്കോണമിസ്റ്റ് പോലും അതിനെയാണ് കൂടുതൽ വില കൊടുക്കുന്നത്. അതിൽ 3 സൂചികകളാണുള്ളത്.
ഒന്ന് ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി. ഇന്ത്യയിൽ ലൈഫ് എക്സ്പെക്ടൻസി 71 വർഷമാണ്. 1951 32 വർഷമായിരുന്നു. ഇന്നിപ്പോ 71 വർഷമായി. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി, നമ്മുടെ കേരളത്തിലല്ല, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കേരളത്തിലല്ല, നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോയാൽ, ഞാൻ ഒരു റിപ്പോർട്ട് വായിക്കുകയായിരുന്നു, 100 കിലോമീറ്ററൊക്കെയാണ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ പോയി എടുക്കുന്നത്. 100 കിലോമീറ്റർ. ആ സമയം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉള്ളതാണെങ്കിൽ മരിച്ചു പോകും. ഞാൻ ഉത്തരാഖണ്ഡിൽ സെർവ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മെഡിക്കൽ കോളേജിൽ ചെല്ലണമെങ്കിൽ ഏകദേശം ഒരു 70 കിലോമീറ്റർ. അത് മലയോരമാണ്. അത് ഈ ചെല്ലുമ്പോൾ ഏകദേശം എല്ലാം, പ്രത്യേകിച്ച് ഡോക്ടർക്ക് ഒരു പണി ഉണ്ടാവില്ല ബാക്കി. അപ്പൊ മെറ്റീരിയൽസ് ഇല്ല, ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഞാൻ അന്വേഷിച്ചു. അതിന്റെ കാരണം നോക്കിയപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഓൺ ഹെൽത്ത് 96,000 crores ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ. സ്റ്റേറ്റ് ഗവൺമെന്റ്സും വേറെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കമ്മീഷന്റെ റെക്കമെൻഡേഷന് വിരുദ്ധമാണ്. വളരെയധികം കൂട്ടേണ്ടതാണ് എന്നുള്ള ചുരുക്കം പറഞ്ഞ HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയാണ്. സെക്കൻഡ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പെൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1,28,000 കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് 25-26. നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് 25-26 6,81,000 കോടിയാണ്. 6,81,000 കോടി. ഇതിനൊരു പ്രത്യേക ഒരു പശ്ചാത്തലമുണ്ട്. കോൺഗ്രസ് ചരിത്രപരമായിട്ട് കറാച്ചി റെസൊല്യൂഷനിൽ ഒരു തീരുമാനം അവരെടുത്തത്, നമ്മുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ പകുതിയാക്കി നമ്മൾ ചുരുക്കണം. ഇന്ന് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ അതിനെ 3-ാമത്തെയോ 4-ാമത്തെയോ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫൻസിന് വേണ്ടി ചെലവാക്കുന്ന രാജ്യങ്ങൾ. നമ്മൾ ഈ സ്പർദ്ധ നമ്മൾ അയൽ രാജ്യങ്ങളുമായി യുദ്ധ സാമഗ്രികൾ മേടിക്കുന്നതിനും അതിനുവേണ്ടി ചെലവാക്കുന്ന രൂപയുടെ ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ ആരോഗ്യത്തിനും എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതെല്ലാം തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവിടെയാണ് ഞാൻ പറയുന്നു, ഇവിടെയൊന്നും നിൽക്കുന്നതല്ല, ഇതെല്ലാം പോകുന്നത് അമേരിക്കയിലെ ആംസ് മാനുഫാക്ചറേഴ്സും ലോകത്തിലെ ആംസ് മാനുഫാക്ചറേഴ്സ് ആണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അവര് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു യൂറോപ്പ് കൂടുതൽ പണം ചെലവാക്കണം, കാരണം യൂറോപ്പിന്റെ ഇതെല്ലാം ഗാന്ധിജിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരു ലോകമാണ്. അപ്പം യൂറോപ്പ് എന്ത് ചെയ്യുന്നു? യൂറോപ്പ് പറഞ്ഞു ഓക്കെ, ഞങ്ങൾ പൈസ കൂടുതൽ മുടക്കാം. ഈ യൂറോപ്പ് പൈസ മുടക്കി എങ്ങോട്ട് പോകും? അമേരിക്കയിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ആംസ് ഇൻഡസ്ട്രിയിലേക്ക് പോകും. ഇതെല്ലാം നമ്മൾ മനുഷ്യർ കുറച്ച് നാളത്തേക്ക് ഇവിടെ ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലാനുള്ള കാര്യമാണ്. നമ്മൾ അടുത്ത തലമുറയിൽ ഇല്ലാതെയാക്കാനുള്ള കാര്യമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നടക്കുന്നത്. പിന്നെ പറയാനുള്ളത്, പ്രൊഫസർ അരുൺ കുമാറിന്റെ ഒരു വിമർശനമുള്ളത്, ഭാരതത്തിന്റെ എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻസ് ഒന്നും പ്രവർത്തിക്കാത്ത മേഖലയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഭാരതത്തിന് രണ്ടായിട്ട് തിരിച്ചാൽ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് 93% ആണ്. 7% മാത്രമേ ഉള്ളൂ ഓർഗനൈസ്ഡ് സെക്ടറിൽ. 7%ആണ് 55% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഗ്രോത്ത്, അതായത് നമ്മുടെ GDP ഗ്രോത്ത് ഒക്കെ പറയുന്ന പ്രൊജക്ട് ചെയ്യുന്ന ഈ ഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ഈ കുടിൽ വ്യവസായങ്ങൾ, ഏകദേശം 6 കോടി കുടിൽ വ്യവസായങ്ങളുണ്ട് ഇന്ത്യയിൽ. 11 കോടി ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും നടക്കുന്നത് പെട്ടെന്ന് നമുക്ക് പണം ഉണ്ടാക്കുന്ന ഈ GDP റേറ്റ് കൂട്ടണമെന്ന് പറഞ്ഞ് മെഷീൻ ബേസ്ഡ്, അതായത് എല്ലാവർക്കും മെഷീൻ വെച്ച് കാര്യങ്ങൾ നടത്തുക, കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കും. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തരത്തിലുള്ള വളർച്ചയുടെ പ്രത്യേകത ഗ്രോത്ത് വിത്തൗട്ട് ജോബ്സ് ആണ്. ജോലികൾ സൃഷ്ടിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇത് നമ്മുടെ രാജ്യം നേരിടുന്നില്ലെങ്കിൽ എന്താ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പണമുള്ള കുറെ ആൾക്കാരും കുറച്ച് പണമുള്ള വളരെ കൂടുതൽ ആൾക്കാരും ഉണ്ടാവും. ഇവൻ ദോ പറയുന്ന വേൾഡ് ബാങ്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏറ്റവും ഇന്നിക്വാളിറ്റി 4ാമത് ഏറ്റവും കുറവുള്ള രാജ്യമായിട്ടാണ് ഇന്ത്യനെ കാണുന്നത്, 4ാമത്. പക്ഷെ ഈ ഇന്നിക്വാളിറ്റി എങ്ങനെയാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ
ഇന്നിക്വാളിറ്റി ഈ 90% ആൾക്കാർ തമ്മിലുള്ള ഇന്നിക്വാളിറ്റി ആണെങ്കിൽ ശരിയായിരിക്കും. 10% ആൾക്കാരെ വിട്ടിട്ട് ബാക്കി എല്ലാവരും ഏകദേശം ഒരുപോലെയാണ്. പണമൊക്കെ ഏകദേശം വലിയ ഇതൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇനി ചാലഞ്ചസ് ആയിട്ട് ഞാൻ 3-4 കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ നിർത്താം. വരാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ചാലഞ്ചസിൽ ഏറ്റവും പ്രധാനമുള്ളത് ഡീലിമിറ്റേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആർട്ടിക്കിൾ 82 കോൺസ്റ്റിറ്റ്യൂഷന്റെ 82ാം വകുപ്പ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇലക്ഷൻ പാർലമെന്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും അതാത് സമയത്ത് നടത്തുന്ന സെൻസസിലെ പോപ്പുലേഷൻ അനുസരിച്ച് വേണം എത്ര സീറ്റ് പാർലമെന്റിൽ വേണമെന്നും അതാത് സ്റ്റേറ്റിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് അത് തിരിക്കണമെന്നും പറയുന്നതാണ് ആർട്ടിക്കിൾ 82 പറയുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ സെൻസസ് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന 1971 സെൻസസ് ആണ്. 71 സെൻസസ് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ പോപ്പുലേഷൻ ഈ ഗ്രോത്ത് വെച്ചിട്ട് നോക്കിയപ്പോ ഒരു തീരുമാനമെടുത്തു. 1976 അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് തീരുമാനിച്ചു 71 സെൻസസ് വെച്ചിട്ട് നമ്മൾ പാർലമെന്റിലെ സീറ്റ്സിനെ നിർണ്ണയിക്കാം. അതങ്ങനെ തുടരും. ഇപ്പൊ 2026 അടുത്ത വർഷം സെൻസസ് ആണ് കണക്കിലെടുക്കാൻ പോകുന്നത്. 1971 55 കോടിയായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ. ഇന്നിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു 145 കോടിയുടെ അടുത്തായി. എവിടെയാണ് ഈ കൂടുതൽ പോപ്പുലേഷൻ വന്നിരിക്കുന്നത്? മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, നോർത്തേൺ സ്റ്റേറ്റ്സ്. സദേൺ സ്റ്റേറ്റ്സിന്റെ പെർസെന്റേജ് ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 24% പാർലമെന്റിൽ. കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അവരെല്ലാവരുടെയും കൂടെ സീറ്റ് എടുത്ത് 24%. ഇപ്പം ഈ പോപ്പുലേഷൻ അനുസരിച്ച് സെൻസസ് 26 നടത്തിയിട്ട് ഇത് അവിടെ പാർലമെന്റിലെ നമ്പർ സീറ്റ്സ് കൂട്ടിയാൽ എന്ത് വരുമെന്ന് വെച്ചാൽ ഏകദേശം 800 പേര് സീറ്റ് പാർലമെന്റിലെ ലോക്സഭയിലാവും. അതിന് വേണ്ടിയിട്ടുള്ള പാർലമെന്റ് കെട്ടിടമൊക്കെ അവർ പണിതിട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ, കേരളം 20 സീറ്റ് തന്നെയായിരിക്കും. കാരണം സൗത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ കൺട്രോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടപ്പിലാക്കി. നോർത്ത് ഇന്ത്യയിൽ അവര് പോപ്പുലേഷൻ കൺട്രോൾ നടപ്പിലാക്കിയില്ല. അപ്പൊ അവർ ചെയ്ത തെറ്റ് അവർക്ക് റിവാർഡായിട്ട് മാറുന്നു, നമ്മൾ ചെയ്തത് ശരി നമുക്ക് ശിക്ഷയായിട്ട് മാറുന്നു. ഇതൊരു വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചാലഞ്ച് ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അടുത്ത വർഷമാകുമ്പോഴത്തേനും ഇനി നിങ്ങൾ നോക്കിക്കോ, അത് ഇങ്ങനെ ചെറുക്കണം എന്ന് നമ്മൾ കൂടി ആലോചിച്ച് കോടതിക്ക് അവസാനം ഇടപെടേണ്ട വരുമായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പിന്നെയുള്ളത് 1 നേഷൻ 1 പോൾ. നിങ്ങൾക്കറിയുന്ന പോലെ ഇപ്പോ എല്ലാ ഇലക്ഷൻ നടക്കുമ്പോഴും ഒരു ലോക്സഭ ആയാലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയാലും 5 വർഷമാണ്. 5 വർഷത്തേക്ക് സേഫാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അതിന് ചെലവുണ്ട്, പണച്ചെലവുണ്ട്. അപ്പം ഇതിന്റെ പ്രപ്പോസൽ 1967 വരെ 1 നേഷൻ 1 പോൾ ആയിരുന്നു. അന്ന് കോalition പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രീയം വന്നതോടെ അതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങൾ വന്നു, പിന്നെ അതങ്ങ് നിന്നുപോയി. അപ്പോ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വിചാരം നമുക്കിത് തിരിച്ച് 1 നേഷൻ 1 പോൾ ആക്കാന്നുള്ളതാണ്. അപ്പോൾ പഴയ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജസ്റ്റിസ് പ്രസിഡന്റ് ഗോവിന്ദിന്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ടും അതിനെ അനുകൂലിച്ച് വന്നു കഴിഞ്ഞു. പാർലമെന്ററി പാനലിൽ ഇത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ 2-3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, വളരെയധികം ചെലവ് നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റും ഒറ്റ സമയത്ത് ഇലക്ഷൻ പാർലമെന്റിലേക്കും ലെജിസ്ലേറ്റീവ് നടത്തുകയാണെങ്കിൽ. രണ്ടാമത്, ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങൾക്ക് അറിയാവില്ല, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്ട് വരും. ഇതിപ്പോ ഇലക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കോഡ് ഓഫ് കോണ്ടക്ട് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഒരു പോളിസി പാരാലിസിസ് എന്ന് പറയും. അതായത് ഒരു തീരുമാനമെടുക്കാൻ, കാരണം അറിയാലോ മോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊരു വലിയ പോളിസി പാരാലിസിസ് ആണ്. ഇതൊക്കെ ഒഴിവാക്കണം. പിന്നെ നമുക്ക് രാഷ്ട്രീയത്തിന് മാത്രമേ സമയമുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒറ്റപ്പോൾ, ഇതിങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ മറുപക്ഷം ആലോചിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ കേരളം ഫോർ എക്സാമ്പിൾ അടുത്ത വർഷമാണ് ഇലക്ഷന് പോകുന്നത്. അടുത്ത വർഷം പോകുന്ന പറഞ്ഞാൽ 26 വെച്ച് 31 വരെയാണ്. അപ്പൊ 2029 ആവുമ്പോ ഇപ്പോഴത്തെ ലോക്സഭയുടെ ടേം തീർന്നു കഴിയുമ്പോഴത്തേനും ഇത് നടപ്പിലാക്കുവാണെങ്കിൽ എങ്ങനെയിരിക്കും? നമ്മുടെ കേരളത്തിലെ അസംബ്ലിയുടെ ടേം വെട്ടിച്ചുരുക്കി 2 കൊല്ലം കുറയും. ഇനി അതിലും പ്രധാനം ജനാധിപത്യപരമായിട്ടുള്ള ഇതിനുള്ള ഒരു അപര്യാപ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പാർലമെന്റിൽ നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാകുന്നത് ആസ് ലോങ് ആസ് ദേ കമാൻഡ് മെജോറിറ്റി. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് കൂറുമാറിയോ ഗവൺമെന്റ് താഴെ പോയി നോ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ എലക്ഷൻ വേണം. കാരണം ജനങ്ങളുടെ അഭിപ്രായം അറിയണം. ഈ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എലക്ഷൻ വന്ന് എലക്ട് ചെയ്യുന്ന ഗവൺമെന്റ് അടുത്ത സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിന്റെ ടേം തീരുമ്പോൾ അപ്പൊ അതിന്റെ പിരിച്ചുവിടേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഇതിന് പിന്നെ പണം ചെലവാക്കുന്നത്, ഞാൻ പറയുന്നത് ഭാരതം ഇത്രയ്ക്കും ഫിഫ്ത്തിന്റെ GDP ഇത്ര 5000 കോടി 6000 കോടിയുടെ കാര്യമാണ് പറയുന്നത്. ചിലവർ പറയുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൽ കൂടുതൽ ഇലക്ഷൻ വരും, അതിൽ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും. അപ്പൊ ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യതയോടെ നിങ്ങളുടെ മുമ്പിൽ സമക്ഷത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഉള്ളത് വേറൊരു മേജർ പ്രോബ്ലം ഞാൻ കാണുന്നത് നമ്മുടെ രാജ്യത്തെ മീഡിയ ആണ്. നമ്മുടെ രാജ്യത്തെ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന നാഷണൽ മീഡിയ ആണ്. നാഷണൽ മീഡിയയിൽ ഞാൻ മെയിൻ സ്ട്രീം മീഡിയ, അതായത് നിങ്ങൾക്കറിയാമല്ലോ നാഷണൽ ചാനൽസ്, ഇംഗ്ലീഷ് ചാനൽസ്, ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടുവരുന്ന സ്ഥിതിവിശേഷം മീഡിയ എന്ന് പറയുന്ന 4ാമത്തെ പില്ലറാണ് ഗവൺമെന്റിന്റെ. അതായത് പാർലമെന്റ്, നിങ്ങൾക്കറിയാവുന്ന ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, പിന്നെ ഉള്ളത് 4th പില്ലറാണ് ജനാധിപത്യത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. എന്നാൽ അവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് അതായത് ബിസിനസ് ഹൗസസ്, അതായത് ഈ മീഡിയ ഹൗസുകളൊക്കെ അത് കൺട്രോൾ ചെയ്യുന്ന ഓരോ ബിസിനസ് ഹൗസസ് ഉണ്ട്. അവർക്ക് വേറെ ബിസിനസ് കാണും. അവർക്ക് മെയിൻ ബിസിനസ് ഇതായിരിക്കില്ല, മീഡിയ ആയിരിക്കില്ല. അവർക്ക് അതാത് ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ ഗവൺമെന്റിന് ഓശാന പാടുന്ന ഒരു ഉപകരണം മാത്രമായിട്ട് അവരങ്ങ് ചുരുങ്ങി. നാഷണൽ മീഡിയ ചാനൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഞാനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം, എന്റെ മനസ്സിൽ തോന്നിയത്. കൽക്കട്ടയിൽ ഒരു റേപ്പ് നടന്നു, ബലാത്സംഗം നടന്നു. കൽക്കട്ടയിൽ റേപ്പ് നടന്നപ്പോഴത്തേനും ചില ഇങ്ങനത്തെ ചാനലുകൾ ഉടനെ അവർ തീരുമാനിച്ചു മമതാ ബാനർജി രാജിവെക്കണം. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിനെ റേപ്പ് ചെയ്തു. അവസാനം CBI വന്നു. CBIയും സ്റ്റേറ്റ് പോലീസും കണ്ടതുവരെ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊരു ബഹളമായിരുന്നു ഒരു കുറെ നാളത്തേക്ക്. അപ്പൊ ഇത് രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിൽ, അല്ലാതെ മീഡിയയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിറവേറുക എന്നുള്ളതല്ല അവരുടെ താല്പര്യം. ഇങ്ങനെയുള്ള നമ്മൾ വേറെ നോക്കിക്കോളൂ. നിങ്ങളിപ്പോ നാഷണൽ ചാനൽ നോക്കിക്കോ, ഓപ്പോസിഷൻ ഭരിക്കുന്ന ഗവൺമെന്റുകളെ കുറിച്ച് വിമർശിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന ചാനലുകൾ. ഇവർക്ക് ധൈര്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി തൊട്ട് താഴത്തോട്ട് ആരാണെങ്കിലും അവരുടെ ഏതെങ്കിലും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമുണ്ട് ഇവർ എത്ര നാൾ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് നിൽക്കും എന്നുള്ള വേറെ കാര്യം. റെയ്ഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ. കാരണം ഇവർക്ക് വേറൊരു ഇതും കൂടിയുണ്ട്. ഈ ചാനലുകൾക്കൊക്കെ അഡ്വർടൈസ്മെന്റ് ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻകമാണ്. ഗവൺമെന്റിൽ നിന്ന് അഡ്വർടൈസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്, ഓശാന പാടും. ബാക്കി കാര്യങ്ങളൊക്കെ അവർ മറക്കും, അവരുടെ കടമകളൊക്കെ മറക്കും. ഇതാണ്, ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനാധിപത്യത്തിന്, നമ്മുടെ ഭരണഘടനയ്ക്കും വലിയ ആപത്തുണ്ടെന്ന്, വിപത്താണ് ഞാൻ കാണുന്നത്. പിന്നെ പാർലമെന്റിൽ നടക്കുന്ന പ്രക്രിയകൾ, പാർലമെന്റിൽ നടക്കുന്നത് ഇൻഫോംഡ് ഡിബേറ്റ് അല്ല. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമേഴ്സ് ബില്ലുകൾ പാസ്സാക്കിയത് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് പാസ്സാക്കി. എന്നിട്ട് എന്തുണ്ടായി? എത്ര വലിയ സംഘർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതേ ബില്ലുകൾ അവർ തിരിച്ചെടുക്കേണ്ടി വന്നത്. ഇതുപോലെ അവർ പറയുന്നത് എന്റെ കണക്കനുസരിച്ചിട്ട് only 16% of the 17, അതായത് 16% ഉള്ളൂ 17ാമത്തെ ലോക്സഭയുടെ ബില്ലുകൾ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുള്ളൂ. പണ്ടൊക്കെ 90കളിൽ ധാരാളം 60-70% ബില്ലുകളും സെലക്ട് കമ്മിറ്റിക്ക് വിടും. ധൃതി പിടിച്ച നിയമങ്ങളാക്കി. ധൃതി പിടിച്ച നിയമമാക്കി കഴിഞ്ഞ് കോടതി വന്നു കഴിഞ്ഞാൽ കോടതിക്ക് അതിനെ സെറ്റ് അസൈഡ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ചില പ്രിസംഷൻസിലാണ് പാർലമെന്റേറിയൻസ് എല്ലാം നോക്കി ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ, ഇത് മാറണം. പിന്നെ വേറൊരു കാര്യം, ടോർച്ചർ. നമ്മുടെ പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ടോർച്ചർ നടക്കുന്നു. ഈ അടുത്ത് കുറച്ച് നാൾ നമ്മൾ TV-യിൽ കണ്ടു, ഇതിനെക്കുറിച്ച് ഒരു ചർച്ച, വളരെ ചൂടേറിയ ചർച്ചയായിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ TV-യിലൊന്നും ഇപ്പൊ കാണാതെ. എനിക്ക് പറയാനുള്ള വേറൊരു നിയമത്തിന്റെ ഒരു പശ്ചാത്തലമാണ്.
ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ദർ ഇസ് എ ഇന്റർനാഷണൽ കവനന്റ്, അതായത് ഒരു അന്താരാഷ്ട്രീയ കവനന്റ് ഉണ്ട് എഗെയിൻസ്റ്റ് ടോർച്ചർ. ടോർച്ചർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്തിട്ടില്ല. 97 വന്നാണ് റാറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോ ഇതിനെ സംബന്ധിച്ച് ലോ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ലോ കമ്മീഷൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു നിയമം വേണം, ഭാരതത്തിൽ വേണം. അടുത്ത് നിങ്ങൾ കണ്ടു തമിഴ്നാട്ടിൽ ഒരു പയ്യനെ 35-40 ഇഞ്ചുറീസ് ആയിട്ട് തല്ലിക്കൊന്നു. ആർക്കും നമ്മളുടെ ആർക്കും ധൈര്യം ഉണ്ടാവും ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് തല ഉയർത്തി പിടിച്ച് നമ്മുടെ ഭരണഘടനയുള്ള രാജ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് ചെല്ലാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാകണം. അങ്ങനത്തെ ഒരു സ്ഥിതി ഇന്നില്ല. അപ്പോ ഇത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ പാർലമെന്റില് 2023 ഡിസംബറില് ഒരു നിയമം, ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 2-3 ബില്ല് നേരത്തെ വന്നു, അതെല്ലാം ഇല്ലാതെയായിപ്പോയി. ആ ബില്ല് നിയമമായാൽ നമ്മൾ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്ന എല്ലാ മനുഷ്യന്റെ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നിയമ ഫ്രെയിംവർക്ക് നമുക്ക് ലഭിക്കും. കാരണം ഇപ്പൊ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം ഇത് റാറ്റിഫൈ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനൊരു പ്രധാന കാരണം പറയുന്നത് ഇന്റർനാഷണൽ റെഫ്യൂജി കൺവെൻഷൻ ഉണ്ട് 1951. അതായത് റെഫ്യൂജീസ് ആയിട്ട്, അഭയാർത്ഥികൾ ആയിട്ട് എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യം അഭയം കൊടുക്കണം. അത് യൂറോപ്യൻ കൺട്രീസ് സെക്കൻഡ് വേൾഡ് വാറിന്റെ പശ്ചാത്തലത്തിൽ അവർ ഉണ്ടാക്കിയൊരു നിയമമാണ്. അതാണ് അവരിപ്പോ ഇന്ന് റെഫ്യൂജീസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെയും ആ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്തിട്ടില്ല, റെഫ്യൂജി കൺവെൻഷൻ. അപ്പോ ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്യാത്തത്രയും കാലം ഈ ടോർച്ചർ കൺവെൻഷൻ, ഇന്റർനാഷണൽ കൺവെൻഷനിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടോർച്ചർ സഹിക്കും എന്ന ഭീഷണിയുള്ള ഒരു രാജ്യത്തേക്ക് റെഫ്യൂജി ആയിട്ട് വന്ന ആൾ തിരിച്ചുവിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ റാറ്റിഫൈ ചെയ്യാത്തതെന്ന് പറഞ്ഞത്. പക്ഷേ ശരിക്കും അവിടെയൊന്നും അല്ല കാരണം. നമ്മൾ ആം ഫോഴ്സസ് ആക്ട്, സ്പെഷ്യൽ ഫോഴ്സസ് ആക്ട് ഉണ്ട്. നമ്മുടെ പോലീസുകാർക്ക് ടോർച്ചർ ചെയ്തേ മതിയാവും. കാരണം അവര് പഴയ രീതികളിലാണ് അവർ പരിശീലിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു DGP ഒരു കോൺഫറൻസിൽ എന്നോട് പറഞ്ഞു, ഇല്ല ഇന്ന് കേരള പോലീസിൽ ടോർച്ചർ ഇല്ല, ഇപ്പൊ ഞങ്ങൾ അത് കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സത്യം തെളിയിക്കാനായിട്ട് ഞങ്ങൾ ടോർച്ചർ അല്ലാത്ത നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കൾച്ചറലായിട്ട് നമ്മുടെ ആ പോലീസുകാരുടെ ആ ആറ്റിറ്റ്യൂഡ്, അധികാരം, നമ്മൾ അവർക്ക് വരുമ്പോഴത്തേനും ഇപ്പം എന്താ പറയാ, ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ചെയ്യണമെന്നുള്ളതല്ല, പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ചെയ്യുന്ന പോലെ അവിടെയൊക്കെ വെർച്വലി ടോർച്ചർ എന്ന് പറയുന്നത് ഇത് മാറിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഈ GDP അനുസരിച്ച് നമ്മൾ എപ്പോഴും ഡെവലപ്പ് കൺട്രി ആകുമെന്ന് പറയുന്നതിന്റെ പ്രോബ്ലം ഇതാണ്. നമ്മൾ എല്ലാ സൂചികകളും കൂടി കൂട്ടി കോർത്ത് ചേർക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ഡെവലപ്ഡ് ആവുകയുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ അൺസിവിലൈസ്ഡ് ബാർബേറിക് ആയിട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ടോർച്ചർ ചെയ്യാന്ന് പറയുന്നത്. അതിന് ആദ്യം വേണ്ടുന്നത് നമ്മൾ ഈ നിയമം പാർലമെന്റിൽ പാസ്സാക്കണം. ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുകയാണ്. പാർലമെന്റിൽ അതിന് പറ്റുന്ന പ്രഷർ നമ്മുടെ മാധ്യമങ്ങൾ, ഒരു മാധ്യമം പോലും, ഒരൊറ്റ മാധ്യമം പോലും ഈ നിയമം അവിടെ പാർലമെന്റിൽ ലോക്സഭ കിടക്കുന്നുണ്ടെന്നും ഇത് നമ്മുടെ പാർലമെന്റേറിയൻസ് പാസ്സാക്കണമെന്നും ഈ പാർലമെന്റ് ഡിസോൾവ് ചെയ്ത് പോകുന്ന പാസ്സാക്കണമെന്നും ആരും ബാധിച്ചാൻ കണ്ടിട്ടില്ല. അതിന് പകരം ക്രിക്കറ്റ് മാച്ചിൽ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ ട്രോഫി മേടിച്ചില്ല, അല്ലെങ്കിൽ അവിടെ ചൈന വെടിപൊട്ടിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങളുടെ ശ്രദ്ധ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും മാറ്റി നിർത്തി നമ്മുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഒന്നും അവർ നേരിടാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. നമ്മുടെ കോടതികൾ, ഞാൻ ഉൾപ്പെടെ ഭാഗമായിട്ടുള്ള കോടതികൾ, 5 കോടി കേസുകളാണ് കിടക്കുന്നത്. ഇത് വലിയ ഒരു ത്രെറ്റ് ആണ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന അതേ ഭയം ഇന്ന് കോടതിയിൽ പോകാനും ആൾക്കാർക്കുണ്ടെന്ന് ഞാൻ തന്നെ സമ്മതിക്കാൻ വളരെ ഇതായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നില്ല. അത് എങ്ങനെയാ അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു മേജർ ഇഷ്യൂ ആണ്. കാരണം പല തലത്തിൽ പെൻഡൻസി ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പെൻഡൻസി സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതികളിലും ഒക്കെയാണ്. അവിടെ കൂടുതൽ മജിസ്ട്രേറ്റുമാരെ വെക്കുക, കഴിവുള്ളവരെ വെക്കുക, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ സമയത്തിന് വെക്കുക, അവർക്ക് പഠിക്കാനുള്ള ഇത് കൊടുക്കുക. കറപ്ഷൻ 0 ടോളറൻസ്, അബ്സല്യൂട്ട്ലി നോ. ഒരു തരത്തിലും ഒരിടത്തും പാടില്ല. ഈ നമ്മുടെ ഏത് സ്റ്റേറ്റിന്റെ ഏത് വിങ്ങിലാണെങ്കിലും കറപ്ഷൻ കനോട്ട് ബി ടോളറേറ്റഡ്. പിന്നെ ഞാൻ അവസാനിക്കുകയാണ്.
ഞാൻ പറയുന്നത്, ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ചർച്ചാ വിഷയം. കോൺസ്റ്റിറ്റ്യൂഷൻ അഭിമുഖീകരിക്കുന്ന ചാലഞ്ചസ്. ഞാൻ പറയുന്നു, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗാന്ധിജി വിഭാവനം ചെയ്ത ക്യാരക്ടറാണ്. നമ്മൾക്ക് ക്യാരക്ടർ എന്ന് നമ്മൾ ഇന്ത്യൻസ് നമ്മുടെ ക്യാരക്ടറായി വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ് പൽക്കിവാലയുടെ ഒരു ബുക്കുണ്ട് 89 കളക്ഷൻ ഓഫ് ലെക്ചേഴ്സ് ആണ്. അതിൽ അദ്ദേഹം പറയുന്നു, വി ഹാവ് ലോസ്റ്റ് അവർ ക്യാരക്ടർ. നമ്മൾ അൺലെസ് വി ഗെറ്റ് ബാക്ക് അവർ ക്യാരക്ടർ ഇൻക്ലൂഡ്സ് നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഞാൻ ട്രാഫിക് നിയമത്തിന്റെ കാര്യം ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് നമുക്ക് വളരെ സന്തോഷവും വളരെ മിടുക്കലുമാണ്. നമ്മൾ എല്ലാവരും കുറ്റം പറയും, പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് കടന്ന് ചിന്തിക്കുവോ? അത് ചെയ്യില്ല. എന്നിട്ട് ഭരണഘടന നമ്മളെ രക്ഷിക്കണം, നിയമം നമ്മൾ രക്ഷിക്കണം, പാർലമെന്റ് രക്ഷിക്കണം, കോടതി രക്ഷിക്കണം. ആരും രക്ഷിക്കില്ല, നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. നമ്മളാണ് ഗവൺമെന്റ്, നമ്മളാണ് ഈ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വി ദ പീപ്പിൾ ആണ്. നമ്മൾ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.